ദൈവനാമം മഹത്വപ്പെടട്ടെ. കുഞ്ഞാട്, ഇതാണ് സന്ദേശം. യേശുക്രിസ്തു യോഹന്നാൻ്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തി. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ച യാഗമൃഗമാണ് കുഞ്ഞാട്. ദൈവം നിശ്ചയിച്ച യാഗം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതിന് ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തോടടുക്കുവാൻ അസാധ്യമായതിനാൽ നീതിയും ന്യായവും നടത്തുന്ന ദൈവം പാപത്തിന് ഒരു പ്രായശ്ചിത്ത നിയമം വെച്ചു. യഹോവ എന്ന നാമമുള്ള ദൈവം അരുളി ചെയ്തു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. സങ്കീർത്തനങ്ങൾ 49 അധ്യായം 7 മുതൽ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. മനുഷ്യൻ മരണം കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ മോചിപ്പാനോ ദൈവത്തിന് മോചനവില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ ജീവൻ്റെ മോചനം വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസ്രയനായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. വിശുദ്ധനായ പത്രോസ് എഴുതിയ 1 ലേഖനം 1 അധ്യായം 19 നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നി വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പം ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. എബ്രായർ 9 അധ്യായം 22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇതാണ് ദൈവിക നിയമം. പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞെങ്കിൽ മാത്രമേ മോചനം ലഭിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തം പുണ്യാഹ രക്തം, നിഷ്കളങ്ക രക്തം, നിർദോഷിക രക്തം, വിശുദ്ധ രക്തം, സ്വർഗീയ രക്തം. യേശു പാപം ചെയ്യാത്തവൻ, യേശു പാപമറിയാത്തവൻ, യേശു പാപമില്ലാത്തവൻ. യേശു സർവശക്തനാകുന്നു, സർവജ്ഞാനിയാകുന്നു, സർവവ്യാപിയാകുന്നു. യേശു ജനിച്ചത് അല്ലെങ്കിൽ പിറന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. രാജാവായി ആരും ജനിക്കുന്നില്ല. രാജകുടുംബത്തിൽ ജനിച്ച് രാജാവാകുന്നതേ ഉള്ളൂ. കൊലോസ്യർ 2 അധ്യായം 15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവം മനുഷ്യനോടാണ് കൽപ്പിച്ചത് സകലത്തിന്മേലും വാഴുവാൻ. എന്നാൽ പിശാച് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച് ആ വാഴ്ച കൈവശപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 28 ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. അപ്പം മനുഷ്യനോടാണ് കൽപ്പിച്ചിരുന്നത് സകലത്തിന്മേലും വാഴുവാൻ.
എബ്രായർ 2:14 മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മയൊക്കെയും വിടുവിച്ചു. അപ്പം മരണമെന്നത് പിശാച് കൊണ്ടുവന്നതാകുന്നു. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച് പാപത്തിൻ്റെ ശമ്പളമായി മരണം മനുഷ്യന് ലഭിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നേക്കും നിലനിൽക്കുവാനായിരുന്നു. എന്നാൽ മുഖാന്തരം മരണം ലഭിച്ചു. ആയുധവർഗം വെപ്പിച്ചു. ഒരു സൈന്യം നിശേഷം തോറ്റുപോയാൽ ആയുധം വെച്ച് കീഴടങ്ങും. ആ സൈന്യത്തെ കൊല്ലുകയില്ല, തടവുകാരാക്കുകയുള്ളൂ. അതുപോലെ പിശാചിനെ ആയുധം വെപ്പിച്ച് കീഴടക്കി. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുക്രിസ്തുവിൻ്റെ കൈവശമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും പിശാച് അപഹരിച്ചത് മുഴുവൻ തിരികെ വെപ്പിച്ചു. യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10:9 നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് നാവുകൊണ്ട് ഏറ്റുപറയണം. നാവുകൊണ്ട് ഏറ്റുപറഞ്ഞത് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോഴാവുന്നു രക്ഷ നമ്മിൽ പ്രാബല്യത്തിൽ വരുന്നത്. മോശ മരുഭൂമിയിൽ പിച്ചളസർപ്പത്തെ ഉയർത്തി പിച്ചളസർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചത് വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടും. പരിശുദ്ധ രക്തം ചീന്തിയാൽ പാപം കഴുകപ്പെടും. പാപമില്ലാത്തവൻ ക്രൂശിൽ തൂക്കപ്പെട്ടാൽ ശാപം മാറിക്കിട്ടും. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർത്ത ആ ക്രൂശിൽ കൂടി ഒഴുകിയ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ വെടിപ്പാക്കിയെന്നും പാപമില്ലാത്ത ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൂക്കപ്പെട്ടതിനാൽ എൻ്റെ ശാപം മാറിക്കിട്ടിയെന്നും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വിശ്വസിച്ചത് എൻ്റെ നാവുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. ഇങ്ങനെ നാം ഓരോരുത്തരും ചെയ്യുമ്പോൾ രക്ഷ നമ്മിൽ പ്രാബല്യത്തിൽ വരും. രക്ഷ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ളതാകുന്നു. നാം സമൂഹമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ രക്ഷ അവരവർക്കുള്ളതാകുന്നു. അവരവരുടെ പാപങ്ങൾ അവരവർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. നാം അത് ദൈവസന്നിധിയിൽ ഓരോരുത്തർ ഏറ്റുപറയുമ്പോൾ രക്ഷ തമ്മിൽ പ്രാബല്യത്തിൽ വരും. ന്യായപ്രമാണത്തിലെ ശാപങ്ങൾ എന്താകുന്നുവെന്ന് ആവർത്തന പുസ്തകം 28 അതിൻ്റെ 15 മുതൽ പഠിക്കുമ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ശാപത്തിൽ നിന്നൊക്കെയും ക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഇത് നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് പറയുമ്പോൾ ആ രക്ഷ നമ്മിൽ പ്രാബല്യത്തിൽ വരികയുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 1:18 നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമം പോലെ വെളുക്കുകയും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആക്കി തീർക്കുവാനും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനും മാത്രമേ സാധ്യമാകുകയുള്ളൂ. റോമാലേഖനം 3:25 വിശ്വസിക്കുന്നവർക്ക് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രധാനം വിശ്വാസമാകുന്നു. ജനത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി അത് വിശ്വസിക്കുന്ന മനുഷ്യനെ നീതിമാനായി പ്രഖ്യാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. അപ്പം നാം വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. ഇവ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു സഹിച്ചു. ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തുവിന് അടിയാലേറ്റ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു കൈകൊണ്ട് പിതാവാൻ ദൈവത്തെയും മറുകൈ കൊണ്ട് പാപികളായ മനുഷ്യവർഗത്തെയും
പിടിച്ച് ഒന്നാക്കി തീർക്കുന്ന സംഭവമാണ് ക്രൂശ് മരണം. 1 തീമോഥെയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, തീയിൽ സീനായി പർവ്വതത്തിൽ വന്നിറങ്ങുകയും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുകയും ചെയ്ത യഹോവ എന്ന നാമമുള്ള ദൈവം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെക്കുറിച്ച് അരുളി ചെയ്തത്, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ മക്കളെ ആകുന്നു. നമുക്ക് ദൈവവുമായിട്ട് ബന്ധം വരുന്നത് എങ്ങനെ? ഗലാത്യർ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശു മുഖാന്തരം ജാതികൾക്ക് ലഭിക്കുന്നു. അതായത് നമുക്ക് ക്രിസ്തു യേശു മുഖാന്തരമാണ് യഹോവയായ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരമേ നമുക്ക് രക്ഷയുള്ളൂ. പിതാവുമായിട്ടുള്ള ബന്ധം യേശുക്രിസ്തു മുഖാന്തരമാകുന്നുവെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി, പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തു ചെയ്യേണ്ടത് സർവ്വതും ചെയ്തു തീർത്തു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് യോഹന്നാൻ കണ്ടതാണ്. പൂർണ്ണ നഗ്നമായും രക്തത്താൽ കുളിക്കപ്പെട്ട് ശരീരത്തിൽ ഒരു പൊതിഞ്ഞ മാംസമില്ലാതെ മാംസം മുഴുവൻ ചിതറി അസ്ഥികൾ വരെ വ്യക്തമായി കാണത്തക്കവണ്ണം തലയിൽ മുൾക്കിരീടം വെച്ച് 3 ആണിമേൽ തൂക്കപ്പെട്ടവനായി ക്രൂശിൽ കിടക്കുന്ന ദൈവപുത്രനെ, മുൾക്കിരീടത്തെ കോലുകൊണ്ടടിച്ച് ആ മുള്ളുകൊണ്ട് ആ കിരീടം തലയിൽ ഉറപ്പിച്ചു. എല്ലാം സഹിച്ചത് നമ്മുടെ രക്ഷയ്ക്കായി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കണ്ട യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് മഹാരാജാവായി യേശുക്രിസ്തുവിനെ കണ്ട കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപൊഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ വായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. ഈ കാഴ്ചയാണ് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് കണ്ടത്. ഈ മഹാരാജാവ് നമ്മെ ചേർക്കുവാൻ വരുന്നു. നാം ഒരുങ്ങിയോ? പാപിയാകുന്നു എന്ന് സമ്മതിക്കുക, ഏറ്റുപറയുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക. എന്താണ് മാനസാന്തരം? വന്ന തെറ്റുകളെ, മനോഭാവങ്ങളെ,
ജീവിത രീതി ഇവ തിരുത്തുന്നതിന് മാനസാന്തരം എന്ന് പറയുന്നു. നിത്യജീവൻ അവകാശികളാകുക, യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കണം. ദൈവം പ്രസാദിക്കുന്നത് ആളിൻ്റെ എണ്ണത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിലത്രേ. ദൈവം വചനം ജഡമായി തീർന്നതാകുന്നുവല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആ വചനം നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു. വചനം വിശ്വസിക്കുമ്പോൾ കർത്താവ് ആത്മാവാകുന്നു. ആ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാകുന്നു വചനം വിശ്വസിക്കുമ്പോൾ. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. ഈ ദീർഘക്ഷമയെ നമ്മുടെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് യേശുക്രിസ്തു നമ്മെ അറിയിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ തലമുറയോട് കൂടെ ഉണ്ട് എന്ന് ക്രിസ്തുവാകുന്ന കുഞ്ഞാട് അരുളി ചെയ്തിരിക്കുന്നു. ഈ സത്യവചനം ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സത്യവചനം വിശ്വസിക്കുന്ന നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.